രാജ്യം കണ്ട ആദ്യത്തെ വലിയ അധികാര ദുർവിനിയോഗത്തിന്റെ ദുർദിനങ്ങളിൽ ജനാധിപത്യ വിരുദ്ധ നടപടികൾ അടിച്ചേൽപ്പിച്ച ഭരണവർഗത്തിനെതിരെ പോരാടിയാണ് സീതാറാം യെച്ചൂരി രാഷ്ട്രീയ കളരിയിൽ ചുവടുറപ്പിച്ചത്. അടിയന്തരാവസ്ഥ കാലത്ത് JNUവിൽ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് കൺവീനറായും പിന്നീട് JNU വിദ്യാർത്ഥി യൂണിയന്റെ അമരക്കാരനായും യെച്ചൂരി നിരവധി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. അടിയന്തരാവസ്ഥയിൽ ഒളിവിൽ പോയ യെച്ചൂരി പിന്നീട് അറസ്റ്റിലായി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും അതിന്റെ ഉത്തരവാദികളെ ശിക്ഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചും യെച്ചൂരിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ അരങ്ങേറി. 1977 സെപ്റ്റംബർ 5-ന് JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായിരുന്ന യെച്ചൂരിയുടെ നേതൃത്വത്തിൽ 500-ലേറെ വിദ്യാർത്ഥികൾ ഇന്ദിരാഗാന്ധിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്തു. ചാൻസലർ സ്ഥാനത്ത് തുടരാൻ ഇന്ദിരയ്ക്ക് അർഹതയില്ലെന്ന മുദ്രാവാക്യം മുഴക്കി നീങ്ങിയ മാർച്ച് ഇന്ദിരയുടെ വസതിക്ക് മുന്നിലെത്തി. ഇന്ദിരയെ കാണണമെന്നും വിദ്യാർത്ഥികൾ അവർക്കെതിരെ തയ്യാറാക്കിയ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കണമെന്നും യെച്ചൂരി സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. അവർ അകത്ത് പോയി മാഡത്തിനെ സാഹചര്യങ്ങൾ അറിയിച്ചു. 4-5 കുട്ടികൾക്ക് വേണമെങ്കിൽ അകത്തേക്ക് വരാമെന്നായിരുന്നു മറുപടി. എന്നാൽ എല്ലാവരും ഒരുമിച്ചാണ് ഇതുവരെ വന്നതെന്നും അകത്തേക്കും അങ്ങനെ മാത്രമേ പറ്റുള്ളൂവെന്നും യെച്ചൂരി മറുപടി നൽകി. ഇതേ തുടർന്ന് വിദ്യാർത്ഥികളും മുറ്റത്തെ പുൽത്തകിടിയിൽ നിരന്നു. അല്പസമയത്തിനുള്ളിൽ സാക്ഷാൽ ഇന്ദിരാഗാന്ധി തന്നെ വിദ്യാർത്ഥികളെ കാണാൻ പുറത്തേക്ക് വന്നു. അവരെ സാക്ഷിയാക്കി അന്ന് 25 വയസ്സ് മാത്രമുള്ള യെച്ചൂരി എന്തുകൊണ്ട് മിസ്സിസ് ഗാന്ധി ചാൻസലർ പദവി രാജിവെക്കണമെന്ന വിദ്യാർത്ഥികളുടെ കുറ്റപത്രം ഉറക്കെ വായിച്ചു കേൾപ്പിച്ചു. ഏറെ താമസിയാതെ ഇന്ദിര ചാൻസലർ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. JNUവിൽ മാത്രമല്ല, രാജ്യത്ത് എവിടെയുമുള്ള സാധാരണ പൗരന് തന്നെ അടിച്ചമർത്തുന്ന ഭരണാധികാരിയുടെ മുമ്പാകെ അവന്റെ സ്വരം ഉയർത്താനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാനുമുള്ള അവകാശം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ടെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു ആ സംഭവമെന്ന് യെച്ചൂരി പിന്നീട് സ്മരിച്ചിട്ടുണ്ട്. ചെറുപുഞ്ചിരിയോടെ കൈകെട്ടി നിന്ന് തനിക്കെതിരെ കുറ്റപത്രം വായിക്കുന്ന ചെറുപ്പക്കാരനെ കേൾക്കുന്ന ഇന്ദിരയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ജനാധിപത്യ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശക്തി പ്രതിഫലിപ്പിക്കുന്ന അതുല്യമായ സ്മാരകമാണ്. 1977 ഒക്ടോബറിൽ കുറ്റവാളികളെ ശിക്ഷിക്കുക എന്ന പേരിൽ വിദ്യാർത്ഥി യൂണിയൻ പ്രക്ഷോഭം ശക്തമാക്കി JNU ഗേറ്റിൽ VCBD നാഗ് ചൗധരിയുടെ കാർ യെച്ചൂരി തടഞ്ഞു. കാർ തിരിച്ചുവിട്ട VC 40 ദിവസങ്ങളോളം അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. പ്രതികാര നടപടിയും തുടങ്ങി. ഇതേ തുടർന്ന് യെച്ചൂരിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ സരോജിനി നഗർ മാർക്കറ്റിലും കൊണാട്ട് പ്ലേസിലും പോയി ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചു. VC ലീവിലാണ് JNU പ്രവർത്തിക്കും എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു പിരിവ്. അത്തരത്തിൽ പഠനകാലം മുതൽ നവീനമായ സമര രീതികൾ ആവിഷ്കരിക്കുന്നതിലൂടെ ശ്രദ്ധേയനായിരുന്നു യെച്ചൂരി.